ഹലോ, നമ്മളിന്നേ കൂവപ്പൊടി പായസമാണ് ഉണ്ടാക്കണേ. തിരുവാതിരയ്ക്ക് കൂവപ്പൊടി പായസം ഉണ്ടാക്കിയിരുന്നതിൽ ബാക്കി കുറച്ചുണ്ട്. അപ്പോൾ നമുക്ക് കൂവപ്പൊടി പായസം ഉണ്ടാക്കാം. കണ്ടോ, കൂവപ്പൊടി പിന്നെ ശർക്കര, അത് തന്നെ അതിന് വേണ്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. വെള്ളം വെച്ചു. കുറച്ച് വെള്ളം വേണ്ട കേട്ടോ, കാരണം കുറച്ച് തന്നെ ഉണ്ടാക്കുന്നുള്ളൂ, ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചു. അത് തിളയ്ക്കണം. തിളയ്ക്കുമ്പോൾ നമുക്കതിൽ കൂവപ്പൊടി ഇടാം. ശർക്കര ഉണ്ടല്ലോ, അത് ആദ്യം നമുക്ക് അലിയിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അരിച്ചൊക്കെ ഉരുക്കി വെച്ചതാണെങ്കിൽ അതങ്ങനെ ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ളത്. അപ്പം ഞാനത് ഒരെണ്ണം ഇട്ടു. അത്ര മതി മധുരം ഒരെണ്ണത്തിൻ്റെയൊക്കെ. അതുകൊണ്ട് പൊട്ടുന്നില്ല. തിളയ്ക്കുമ്പോൾ വേഗം ആയിക്കോളും. അത് പൊട്ടിച്ചിട്ടിട്ടാൽ മതിയായിരുന്നു. അപ്പോൾ ഇത് ഇടുമ്പോൾ തന്നെ കൂവപ്പൊടി ഇട്ടാൽ തന്നെ നമ്മൾ വേഗം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ കട്ട കുത്തിയ പോലെയാവും. അപ്പോൾ വേഗം ഇളക്കി പിന്നെ ശർക്കരയും കൂടി അതിലങ്ങോട്ട് മിക്സ് ആകുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള കളർ വരും, ശർക്കരയുടെ ആ കളറ്. പിന്നെ ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിൽ നാളികേരം ഇട്ടിട്ട് അല്ല കിട്ടുക, പക്ഷേ ഞങ്ങൾ വീട്ടിലാകുമ്പോൾ നമുക്ക് നാളികേരമൊക്കെ ഇടാം. അവിടെ അമ്പലത്തിൽ അപ്പോൾ ഇത് ഒരുവിധമായിട്ടേ. അപ്പോൾ നമുക്ക് നാളികേരമൊന്നും ഇടാൻ പാടില്ല, എന്നാലും നമുക്ക് ഒരു ടേസ്റ്റിനൊക്കെ കുറച്ച് നാളികേരമൊക്കെ ഇടാം. അപ്പോൾ അങ്ങനെ കുറച്ച് നാളികേരമൊക്കെ ഇട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് ഇവിടെ ഞങ്ങളുടെ അമ്പലത്തിലൊക്കെ പപ്പടം തരും. പപ്പടം കൂടി കൂട്ടിയിട്ട്, അത് ഇവിടെ നാളികേരം ഇടാറില്ല കേട്ടോ. നമ്മളിവിടെ വീട്ടിലല്ലേ, നമ്മുടെ ഒരു ഇഷ്ടത്തിന് ഇടാം. അപ്പം അങ്ങനെ കൂവപ്പൊടി പായസം റെഡിയായി. നമുക്കതൊരു പ്ലേറ്റിലേക്ക് ആക്കാം. അപ്പോൾ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് ഞെട്ടു ചൂടാറാൻ പപ്പടം വറുത്തത് കൂട്ടി അങ്ങോട്ട് കുഴച്ച് ഒരു പിടി പിടിക്കാം. നല്ല രസമാണ് കേട്ടോ. നല്ല മധുരമൊക്കെ പാകമാണെങ്കിൽ നല്ല രസമാണ്. പപ്പടം കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ സദ്യയിൽ പായസം പപ്പടം കൂട്ടികളൊക്കെ ശബ്ദം കൊടുക്കണം.